നമസ്കാരം, ഞാൻ വിനു പ്രസാദ്. നമ്മളൊരു വീട് പണിയുടെ കോൺട്രാക്ട് ഒരു വ്യക്തിയെയോ ഒരു കമ്പനിയെയോ ഏൽപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിൻ്റെ എഗ്രിമെന്റ് വെക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ കരാർ വെക്കുന്ന സമയത്ത്, എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് നിരവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ എഗ്രിമെന്റിനെ 3 ഭാഗങ്ങളാക്കി തിരിക്കാം. 1 ജനറൽ സൈഡ്, 2 ടെക്നിക്കൽ സൈഡ്, 3 പേയ്മെന്റ് സൈഡ്. ഇതിൽ ജനറൽ സൈഡിൽ നമ്മൾ പൊതുവായ കാര്യങ്ങളായിരിക്കും സൂചിപ്പിക്കുക. പണി എത്ര നാൾ കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കും, പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ബ്രാൻഡുകൾ ഏതൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് സിമെന്റ് OPC ഗ്രേഡ് ഏതാണ്, ഏത് ബ്രാൻഡൊക്കെയാണ് ഉപയോഗിക്കുന്നത്, കമ്പിയാണെങ്കിൽ അത് ഏത് കമ്പനിയുടെ കമ്പിയാണ്, നമുക്കത് വേണമെങ്കിൽ നിർദ്ദേശിക്കാം. ഞങ്ങൾക്ക് ഇന്ന കമ്പനിയുടെ സിമെന്റും കമ്പിയും മറ്റു മെറ്റീരിയൽസും ഒക്കെയാണ് ആവശ്യം ഉള്ളത് എന്ന് നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാം. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ കരാറിൽ കൃത്യമായി ഉൾപ്പെടുത്തണം. പിന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം തൊഴിലാളികളുടെ ബിഹേവിങ്, സൈറ്റിൻ്റെ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടൈം ഷെഡ്യൂള്, കാരണം ഓരോ പണികൾക്കും കൃത്യമായ ടൈം ഷെഡ്യൂൾ നമുക്ക് നിശ്ചയിക്കാം. അതുപോലെ തന്നെ സിമെന്റുമായി ബന്ധപ്പെട്ട നിർമ്മിതികളായതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള അതിനൊരു സെറ്റിംഗ് ടൈം, ക്യൂറിംഗ് പീരീഡ് നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അമിതമായ തിരക്ക് കാണിക്കാൻ പാടില്ല, അമിതമായ ഒരു താമസം, ലാഗിങ്ങും പണിയിൽ വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായ ഒരു ടൈം ഷെഡ്യൂളും എഗ്രിമെന്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഏകദേശം ഒരു 7 മാസമെങ്കിലും വേണ്ടി വരും. സാധാരണ ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പണിയുന്നതിന് ഏകദേശം ഒരു 7 മാസം നോർമലായിട്ടുള്ള ഒരു ടൈമാണ്. അപ്പോൾ അതിൻ്റെ സ്പീഡ് കൂട്ടിയാലും അത് പ്രശ്നമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ കരാറുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ആ ഭാഗത്ത് നമുക്ക് നമ്പർ ഇട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. രണ്ടാമതുള്ളത് ടെക്നിക്കൽ സൈഡാണ്. അപ്പോൾ ടെക്നിക്കൽ സൈഡ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ എഗ്രിമെന്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് നമ്മൾ അതേപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം. വീട് പണിയുടെ ഓരോ ഘട്ടത്തിലും ഓരോ ഭാഗവും പണിയുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ആ ടെക്നിക്കൽ സൈഡിൽ ഉൾപ്പെടുത്തണം. ഫൗണ്ടേഷൻ, അതിൻ്റെ സൈസ്, അതുപോലെ പ്ലിന്ത് ബീമിൻ്റെ സൈസ്, ഉപയോഗിക്കുന്ന റെയിൻഫോഴ്സ്മെന്റ് ഏതൊക്കെയാണ്, ബ്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഒരു സൈസ്, ഡീറ്റെയിൽസ്, അതുപോലെ എല്ലാം തന്നെ അങ്ങനെയുള്ള മുഴുവൻ റൂഫ് സ്ലാബിൻ്റെ കാര്യങ്ങൾ, ബീമിൻ്റെ കാര്യങ്ങൾ എല്ലാം തന്നെ ഫുൾ ഡീറ്റെയിൽസ്, ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തണം. അത് ഏത് പ്രപ്പോർഷനിലാണ് നമ്മൾ മിക്സ് തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ തയ്യാറാക്കണം. അത് കൃത്യമായിട്ട് നമ്മൾ അതിന് നമുക്ക് ശരിക്കും ഒരു ടെക്നിക്കൽ സപ്പോർട്ട് കൂടി ആവശ്യമാണ് എഗ്രിമെന്റ് തയ്യാറാക്കുന്നതിന് മുമ്പ്. അപ്പം അങ്ങനെയുള്ള ടെക്നിക്കൽ സപ്പോർട്ടോട് കൂടി നമ്മൾ ആ വിഷയങ്ങളെല്ലാം തന്നെ, അതിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നമ്മുടെ ആ ഒരു എഗ്രിമെന്റിനകത്ത്, ആ ടെക്നിക്കൽ സൈഡിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്പർ ഇട്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതുപോലെ നമ്മൾ ടേൺകീ കോൺട്രാക്ട് ആണെങ്കിൽ അതിനകത്ത് ആ ടൈലിൻ്റെ ഒരു കമ്പനി നമുക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഏകദേശം ഒരു വില നിലവാരം തീരുമാനിക്കാം. അതുപോലെ തന്നെ പെയിന്റിന്റെ കാര്യമാണെങ്കിലും കമ്പനിയും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെ നമുക്ക് തീരുമാനിക്കാം. അതിനകത്ത് മറ്റേ ഡോർസ് ആൻഡ് വിൻഡോസ് അത് ഏത് തരത്തിലുള്ളതാണ്, ആ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. എല്ലാം A to Z, വീട്ടിൽ വരുന്ന എല്ലാ സാധനങ്ങളും, എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് നമ്മൾ ടെക്നിക്കൽ ഭാഗത്ത് ഉൾപ്പെടുത്തേണ്ടതാണ്. മൂന്നാമത്തെ ഭാഗം പേയ്മെന്റ് ആണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചെറിയ പേയ്മെന്റ് ആയിട്ട് നിശ്ചയിക്കുക. ഓരോ സ്റ്റേജ് വൈസ് പേയ്മെന്റ് കൊടുക്കുക. അതൊരു അഡ്വാൻസ്, അതിനുശേഷം ഓരോ സ്റ്റേജ്, ഉദാഹരണത്തിന് ഫൗണ്ടേഷൻ കംപ്ലീറ്റ്, പ്ലിന്ത് ബീം, അതുപോലെ ലിൻഡൽ ലെവല്, റൂഫ് സ്ലാബ്, പ്ലാസ്റ്ററിങ്, അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ചെറിയ എമൗണ്ടുകളായിട്ട് പേയ്മെന്റ് നിശ്ചയിക്കുകയും ഓരോ പണികളും പൂർത്തിയാകുമ്പോൾ മാത്രം പേയ്മെന്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി അനിവാര്യമാണ്. അതുപോലെ നമ്മൾ ഈ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു റെസിപ്റ്റ് നമ്മൾ കൈപ്പറ്റണം. റെസിപ്റ്റ് വാങ്ങി നമ്മൾ സൂക്ഷിക്കണം. പണം കൈപ്പറ്റിയതിന് കോൺട്രാക്ടറുടെ കയ്യിൽ നിന്നല്ല, കമ്പനിയുടെ കയ്യിൽ നിന്ന് കൃത്യമായിട്ട് റെസിപ്റ്റ് വാങ്ങി നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന്റെ ഈ എഗ്രിമെന്റിനകത്ത് തന്നെ നമ്മൾ രണ്ട് നല്ല എന്താ പറയുന്നത്, സാമൂഹ്യ അംഗീകാരമുള്ള 2 പേരുടെ ഒരു സാക്ഷി വെക്കണം. 2 പേരെ, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സാമൂഹിക അംഗീകാരമുള്ള 2 പൊതുസമ്മതരായ ആൾക്കാരുടെ ഒരു സാക്ഷിയും കൂടെ നമ്മളതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി കോൺട്രാക്ടറുമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമോ ആശയക്കുഴപ്പമോ ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ഈ മഹത് വ്യക്തികളുടെ സാന്നിധ്യം കൂടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ എഗ്രിമെന്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമസ്കാരം.